യൂറോപ്യൻ ഫുട്ബോളിലെ ചുവന്ന ചെകുത്താന്മാരായ ബെൽജിയം, ആഫ്രിക്കൻ വീര്യത്തോടെ ഈജിപ്ത്, ഏഷ്യൻ കരുത്ത് കാട്ടാൻ ഇറാൻ, ഒപ്പം തിരമാല പോലെ ആഞ്ഞടിക്കാൻ ന്യൂസിലാൻഡ്. ഒരേ ലക്ഷ്യത്തോടെ 4 ഭൂഖണ്ഡങ്ങൾ മാറ്റുരയ്ക്കുന്ന ഗ്രൂപ്പാണ് ജി. ഏറെക്കാലം ലോക ഫുട്ബോളിന്റെ തലപ്പത്തിരുന്ന ടീം 2018 3-ാം സ്ഥാനക്കാർ. കിരീടത്തിൽ കണ്ണുമായി 2022 സംഘത്തിന് പക്ഷേ ഗ്രൂപ്പ് ഘട്ടം കടക്കാനാകാതെ കാലിടറി. ആ വീഴ്ചയിൽ നിന്ന് ഒരു തിരിച്ചുവരവ്, അത് മാത്രമായിരിക്കും ബെൽജിയത്തിന്റെ ലക്ഷ്യം. കളിക്കാനും കളിപ്പിക്കാനും അറിയുന്ന കെവിൻ ഡി ബ്രൂയിൻ, ബുള്ളറ്റ് ഷോട്ടുകൾ ഉതിർക്കുന്ന ലൂക്കാക്കു, ഗോൾ വലയ്ക്ക് മുന്നിൽ കോട്ട കെട്ടുന്ന കോർട്ടേസ് തുടങ്ങിയ സുവർണ താരങ്ങൾക്ക് ഇത് അവസാന ലോകകപ്പാകും. അതുകൊണ്ട് ടീമിന് എക്കാലത്തെയും മികച്ച വിജയം സമ്മാനിക്കാനാകും അവരുടെ ശ്രമം. സമ്മർദ്ദം അതിജീവിക്കുക എന്നതാണ് ടീമിന്റെ പ്രധാന വെല്ലുവിളി. ഗ്രൂപ്പ് ജിയിലെ ആഫ്രിക്കൻ കരുത്താണ് ഈജിപ്ത്. 7 തവണ ആഫ്രിക്കൻ ചാമ്പ്യന്മാരായവർ. ഫിഫ റാങ്കിംഗ് 29. കഴിഞ്ഞ ലോകകപ്പിൽ യോഗ്യത നേടാൻ കഴിയാത്തതിന്റെ നിരാശ തീർക്കാൻ കൂടിയാണ് മുഹമ്മദ് സലായും സംഘവും തയ്യാറെടുക്കുന്നത്. ലിവർപൂൾ ഇതിഹാസം 33-കാരനായ മുഹമ്മദ് സലായാണ് ടീമിന്റെ എല്ലാം. ഈജിപ്തിന് മായാജാലം തീർക്കാൻ സലായുടെ മിന്നും പ്രകടനം വേണം. യുവതാരങ്ങളുടെ കരുത്തും ഈജിപ്തിന് മുതൽക്കൂട്ടാകും. യോഗ്യതാ റൗണ്ടിൽ ആധികാരികമായി വിജയങ്ങൾ നേടിയാണ് ഈജിപ്ത് തങ്ങളുടെ 4-ാം ലോകകപ്പിലെത്തുന്നത്. ഏഷ്യൻ പോരാട്ടവീര്യം ലോകത്തിന് മുന്നിൽ കാണിക്കാൻ തന്നെയാണ് ഇറാൻ ഇത്തവണ ഇറങ്ങുന്നത്. പശ്ചിമേഷ്യൻ യുദ്ധ സാഹചര്യങ്ങൾ ഇറാന്റെ ലോകകപ്പിലെ പങ്കാളിത്തത്തെ ബാധിക്കുമെന്ന അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. നിലവിലെ 21-ാം റാങ്കുകാർക്ക് തങ്ങളുടെ 7ാമത്തെ ലോകകപ്പാണിത്. ഗ്രൂപ്പ് ഘട്ടം കടക്കാനായാൽ പോലും അത് മികച്ച നേട്ടമാകും. മികച്ച താരങ്ങളുണ്ട് ഇറാൻ സ്ക്വാഡിൽ. ഇവരിൽ നിന്ന് അട്ടിമറികൾ പ്രതീക്ഷിക്കാം. ഓഷ്യാനിയയിൽ നിന്നുള്ള പോരാളികൾ. 2010 ശേഷം ആദ്യമായാണ് ന്യൂസിലാൻഡ് ലോകകപ്പിന് യോഗ്യത നേടുന്നത്. ഗ്രൂപ്പ് ജിയിലെ അട്ടിമറി വീരന്മാരായാണ് ഇവരെ കണക്കാക്കുന്നത്. ഫിസിക്കൽ ഗെയിമിന്റെ ആശാന്മാരാണ് ന്യൂസിലാൻഡ്. പ്രീമിയർ ലീഗിൽ അനുഭവ സമ്പത്തുള്ള ക്രിസ് വുഡ് തന്നെയാണ് ന്യൂസിലാൻഡിന്റെ വജ്രായുധം. കടലാസിൽ കരുത്തർ ബെൽജിയമാണെങ്കിലും ഈജിപ്തിന്റെ വേഗതയും ഇറാന്റെ അച്ചടക്കവും ഗ്രൂപ്പ് ജിയിലെ മത്സരങ്ങൾ കടുപ്പമേറിയതാക്കും. അടുത്ത ഘട്ടത്തിലേക്ക് ആരൊക്കെ മുന്നേറുമെന്ന് കാത്തിരുന്ന് കാണും. അടുത്ത ദിവസം ഗ്രൂപ്പ് എച്ചിനെ പരിചയപ്പെടാം. കാൽപന്തിന്റെ ലഹരി പടരട്ടെ. നന്ദി, നമസ്കാരം.